ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറും 3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു പലഹാരത്തിൽ ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം. നുറുക്ക് ഗോതമ്പ് കഴുകി എടുത്തിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നും വെള്ളമൊക്കെ ഒന്നും പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലേക്ക് മാറ്റി വെക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് തീരുമാനിക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ശർക്കരയൊന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നുറുക്ക് ഗോതമ്പിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം ആദ്യം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളനനമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയമെടുക്കും ഇതൊന്ന് റോസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളനനമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം വറുത്തിട്ടെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. കിലുകിലാന്നുള്ളൊരു സൗണ്ട് വരും. എന്നിട്ട് നമുക്കറിയാൻ പറ്റും ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ടൊന്ന് ചവച്ച് നോക്കിയാലും മതി. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ആ ഒരു സമയം വരെ വേണം ഇതൊന്ന് വറുത്തിട്ടെടുക്കാൻ. അപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കരിഞ്ഞൊന്നും പോകരുത്. ഇതിൻ്റെ വെള്ളനനവ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്നും ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ കണക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറണം. അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളനനം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിന് പകരമായിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് അന്ന് തന്നെ കഴിച്ച് തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസത്തോളമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇങ്ങനൊന്ന് ചെയ്തിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ തേങ്ങേൻ്റെ വെള്ളനനമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാനിവിടെ തരിതരിയായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കുന്നത്. ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതേ ജാറിലേക്ക് തന്നെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ടൊരു പാൻ എടുക്കാം. അതിലേക്ക് നേരത്തെ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ള അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം. അപ്പോൾ ഇതാ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് തിക്കായിട്ട് വരും. അതുവരെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെറും 3 ചേരുവകൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സ് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം, നെയ്യിൽ വറുത്തിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ ജീരകത്തിൻ്റെ പൊടിയോ അതെന്താണെന്ന് വെച്ചാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിങ്ങനെ പാനിൽ നിന്നൊക്കെ വിട്ടും കൂടി വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ദാ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ എനിക്കൊരു 13 ഉണ്ടയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെറും 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട്. എല്ലാവരും കയറി കണ്ടുകൂടി ഒന്ന് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.